കോളേജ് പഠനത്തിന് ശേഷവും വെറുതെയിരുന്നില്ല. സഹോദരന്മാരോടൊത്ത് ഏതാണ്ട് 200 ഏക്കർ സ്ഥലത്ത് റബ്ബർ കൃഷി തുടങ്ങി. 300 പശുക്കളും 500 ആടുകളും 300 കോഴികളുമായി ഫാം തുടങ്ങി. വളരെ ആധുനിക രീതിയിൽ തന്നെ. തൊഴുത്തുകളിൽ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടുകൊടുത്തിരുന്നു. അയൽപ്പക്കത്തെ തെക്കേപ്പാട്ട വാര്യത്തെ ദേവി വാരസ്യാർക്ക് അന്നിതൊക്കെ ഒരു പുതുമയായിരുന്നു. ദിവസവും 500 ലിറ്റർ പാൽ വിതരണം ചെയ്തിരുന്നു. നല്ല ഇനം പശുക്കളെ വിദേശത്തിൽ നിന്ന് പോയി വരുത്തി. പക്ഷെ ഒന്നും പച്ച പിടിച്ചില്ല. കൃഷി നടത്തുവാൻ വലിയ രീതിയിലുള്ള സംവിധാനം സ്വന്തമായിട്ടുണ്ടായിരുന്നു. 75 ഏക്കർ ഇരപ്പുനിലം, ഒരു പവർ ടില്ലർ, 2 ട്രാക്ടർ, 2 ഏറ് കന്ന്, അതായത് കന്ന് തെളിയിലും വലിയ കമ്പവുമായിരുന്നു. 40ഓളം സ്ഥിരം പണിക്കാർ. പക്ഷേ നിയമങ്ങൾ നടപ്പിലാക്കലും മനഭാഗം വെക്കലുമെല്ലാം കഴിഞ്ഞതോടെ കൃഷിഭൂമി കുറഞ്ഞു വന്നു. ഈ സംവിധാനം തന്നെയൊക്കെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു. കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാടിന്റെ വാക്കുകളിൽ ഭൂമി തുളസിത്തറയായോളമായി എന്നാണ് പറയുന്നത്. കൃഷി ചെയ്യുന്നവന് ഭൂമി നൽകുവാനായി കൊണ്ടുവന്ന ഈ നിയമം കൊണ്ട് കേരളത്തിലെ കൃഷിയും നല്ലത് പാതനവും വർദ്ധിച്ചിട്ടുണ്ടോ? നെല്ലത് പാലം കുറയുകയല്ലേ ചെയ്തത്? അതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങൾക്ക് കൂടി റേഷൻ തരേണ്ട ബാധ്യത സർക്കാരിന് വന്നത്? നെല്ലുൽപാദനത്തിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇന്നൊരു ഉപഭോക്തൃ സംസ്ഥാനമായില്ലേ? കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മനസ്സിൽ മുട്ടി നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് വെളിച്ചം തേടിയതാണ്. വനപാല 4 നിയമം, അത് വന്നിട്ട് എന്ത് ഗുണമുണ്ടായി? നമ്മുടെ കാട്ടിൽ മരങ്ങളാണോ അധികം, അതോ അതിൻ്റെ കുറ്റികളും? കാട്ടിലെ നല്ല തേക്കും വീട്ടിയും മരങ്ങളുമൊക്കെ പോയില്ലേ? അറിയാതെ ഉയർന്നുപോയ ചോദ്യങ്ങളിൽ തെല്ലൊരമർഷവുമുണ്ട്. അവസാനം പരിതപിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള കൂടായ്മയാണ് കേരളത്തിൻ്റെ പ്രശ്നം. കൂട്ടായ്മയില്ല ഇവിടെ. അവസാനം വരിക്കാശ്ശേരി മന വിട്ടുപോയ കുടുംബത്തിൻ്റെതാണെന്ന് ഞങ്ങൾ പിന്നെ കണ്ടത്. ഫിസിയോതെറാപ്പി ചെയ്യുവാനായി ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് ഭാര്യ പ്രീതത്തെ അന്തർജനത്തോടൊപ്പം മനുഷ്യരിയിലുള്ള വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മകളുടെ വീട്ടിൽ താമസമാക്കി. അപ്പോഴാണ് ഞാനും രാജേട്ടനും കൂടി അദ്ദേഹത്തെ കാണുവാൻ ചെന്നത്. മൂത്ത കാരണവറായിരുന്ന കാവു നമ്പൂതിരിപ്പാട് മരിച്ചിട്ട് അധികം സമയമായിരുന്നില്ല. ആ ദുഃഖം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പ്രകടമായിരുന്നു. ഇദ്ദേഹവും ഇക്കഴിഞ്ഞ മാസത്തിൽ നിര്യാതനായി. വരിക്കാശ്ശേരി മനയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മനയുടെ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു. പ്രമേഹ രോഗിയാണെങ്കിലും രാവിലെയും വൈകുന്നേരവും 100 കണക്കിന് പ്രത്യക്ഷ നമസ്കാരങ്ങളും മറ്റുമായി കഴിഞ്ഞിരുന്നയാളാണ്. ഇപ്പോൾ കാര്യമായി ഒന്നും ഓർത്തു പറയുവാൻ പറ്റുന്നില്ല. എങ്കിലും അച്ഛനോട് ചോദിച്ച് വേണ്ട വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മകൾ ജ്യോതിയോട് ചട്ടം കിട്ടി. പക്ഷേ പ്രീതത്തെ അന്തർജനത്തിന്റെ മനസ്സിൽ വളരെ വ്യക്തമായ ഓർമ്മകളുണ്ട്. 2004 കർക്കിടകത്തിലാണ് മനയിൽ താമസം മാറ്റിയത്. ഏതാണ്ട് 50 വർഷങ്ങൾ അവരുടെ ജീവിതം പുഷ്പിച്ചു നിന്നത് വരിക്കാശ്ശേരിയിലായിരുന്നു. അന്നത്തെ ജീവിതവും ഇന്നത്തെ ഒതുങ്ങിക്കഴിഞ്ഞുകൂടലും താരതമ്യപ്പെടുത്തുവാൻ പോലും പറ്റില്ല. അച്ഛൻ തമ്പുരാന്റെ കാലത്തായിരുന്നു മനയുടെ ഐശ്വര്യം മുഴുവൻ. ഐശ്വര്യവും പ്രതാപവും കൈകോർത്ത് പിടിച്ച് നടന്നിരുന്ന കാലം. അവരുടെ മുറ്റത്ത് കാറുകളും വളപ്പിൽ ആനകളും ഇല്ല തുണ്ണികളും. കുടുംബാംഗങ്ങളും അതെല്ലാം അധികം ഇല്ലെങ്കിലും മന നിറയെ എപ്പോഴും ആൾക്കാർ. ദിവസേനയുള്ള സദ്യയ്ക്ക് ഇല മുറിക്കുവാൻ തന്നെ ഒരു ഗോവിന്ദൻ നായരുണ്ടായിരുന്നു. അന്നദാനമായിരുന്നല്ലോ എല്ലാവർക്കാർക്ക് പ്രധാനം. കുട്ടികളെ നോക്കുവാൻ 3-4 പേർ, അടുക്കളക്കാരത്തിന് മാത്രം കുറച്ച് പേർ, അതിഥികളും ആശ്രിതരുമായി. മന എപ്പോഴും സജീവം. സ്ത്രീകൾക്ക് ജീവിതം വിരസമായിരുന്നില്ല. ആൺസന്തതികളുടെ പിറന്നാൾ ദിവസം കളമെഴുത്തുപാട്ട്, ഈശ്വരസേവ, അഷ്ടമി രോഹിണി വാരം, കുംഭമാസത്തിൽ പ്രതിഷ്ഠാധരന് ചേർന്ന ഉത്സവം, ഓണത്തിന് മനയുടെ നടുമുറ്റത്ത് സ്ത്രീകളുടെ പ്രത്യേകം പൂക്കളൊരുക്കൽ, തിരുവാതിര നാളുകളിൽ തുടിയും കുടിയും, നടുമുറ്റത്ത് കൈകൊട്ടിക്കളി, ഊഞ്ഞാലാട്ടം, പൂരം, എഴുന്നള്ളിപ്പും, പൂതന്മാരുടെയും തിറകളുടെയും കളിയും, പറവെപ്പും ഉപാവാസനവും അമ്പലദർശനവുമായി ജീവിതം ഒഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശാബ്ദങ്ങളിലായി മനയിലെ കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങളിലൂടെ ജീവിതം വ്യത്യസ്ത ദിശകളിലേക്ക് ഒഴുകി തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 5 ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും നാളുകളോട് വിട പറഞ്ഞ് മനയ്ക്ക് പുറത്തുള്ള വലിയ ലോകത്തെ അവരുടെ കൊച്ചു വീട്ടിലേക്ക് പോന്നിട്ട് 7 വർഷങ്ങൾ കഴിഞ്ഞു. മനയിലെ അമ്പലത്തിൽ തൊഴണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും ഇതുവരെ മനുഷ്യരിയിലേക്ക് പിന്നീട് ഒരിക്കലും അവർ വന്നിട്ടില്ല. വരിക്കാശ്ശേരി തമ്പുരാന്റെ മേൽവിലാസമില്ലാതെ അറിയപ്പെടാത്ത ഏതെങ്കിലും സ്ഥാനത്ത് താമസിക്കുവാനാണ് ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാട് ഇഷ്ടപ്പെട്ടത്. പഴയ തമ്പുരാൻ ഇന്ന് എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നറിയുവാൻ കൊഴുക്ക കണ്ണുമായി നിൽക്കുന്ന അന്വേഷണ കഥകളെല്ലാം എങ്കിലും എൻ്റെ സ്ഥലത്തുണ്ട്. പഴയ ആഠിത്യവും ആർഭാടവും എല്ലാം ഇന്നൊരു ഭാരമാണ്, വീർപ്പ് മുട്ടലുകളെ സമ്മാനിക്കുന്നുള്ളൂ. വരിക്കാശ്ശേരി തമ്പുരാക്കന്മാരുടെ കഥ തൽക്കാലം നിർത്തിയിരിക്കട്ടെ.
അവിടെ ഇന്നത്തെ തലമുറയിലെ 2 തമ്പുരാട്ടിമാർ കൂടി ഉണ്ടായിരുന്നു. കേരള സംസ്കാരത്തിൽ പ്രൊഫസർ എസ് അച്യുത വാര്യർ പറയുന്നുണ്ട്, കേരളത്തിലെ നമ്പൂതിരിമാരുടെ പ്രത്യേക തരത്തിലുള്ള കുടുംബഘടനയായിരുന്നുവെന്ന്. ആ സമുദായത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം അതുതന്നെയായിരുന്നുവെന്നാണ് പറയുന്നത്. കുടുംബത്തിലെ മൂത്തയാൾക്ക് മാത്രം വേളി, ശേഷമുള്ളവർക്ക് മറ്റ് സവർണ സമുദായത്തിലെ സംബന്ധം. ഇതായിരുന്നു സമുദായ ആചാരം. വേളിക്കധികാരമുള്ള നമ്പൂതിരിമാരുടെ എണ്ണം കുറയുകയും കന്യകമാരുടെ എണ്ണം ഏറുകയും ചെയ്തപ്പോൾ മൂസാമ്പൂരി പിന്നെയും വേട്ടു. 60 കഴിഞ്ഞ് വൃദ്ധൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ വേളിയുടെ പ്രായം 14-ഓ 15-ഓ ആയിരിക്കും. മക്കളുടെ വേളി നടത്തുവാൻ സാധിക്കാതെ അച്ഛന്മാർ കന്യാദാനം എന്ന പേരിൽ കന്യകളെ അന്യസ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുക വരെ ചെയ്തിട്ടുണ്ടത്രേ. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഇല്ലത്ത് ചെന്നാലും വിശേഷമില്ല. 4 കെട്ടിനകത്ത് ഭർത്തൃസുഖത്തിനു വേണ്ടി സപത്നി കലഹമാണ്. ഇളം പ്രായത്തിലുള്ള വേളിമാർക്ക് ഭർത്താവ് കൊടുത്തുപോയത് പലപ്പോഴും വൈധവ്യം മാത്രമായിരുന്നു. അങ്ങനെ വിവാഹിതരാകാത്ത കന്യകമാരും വിവാഹം കഴിക്കാത്ത സുമംഗലികളും വിവാഹശേഷവും വൈധവ്യം മാത്രം ലഭിച്ചുപോയി. എല്ലാ വേദനയുടെയും ഭിന്നഭിന്നങ്ങൾ മാത്രം. ഇന്ന് വിവാഹമോചനത്തിൽ 1-ാം സ്ഥാനം വിട്ടുകൊടുക്കാതെ മുന്നോട്ടോടുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന് നാം ചിന്തിച്ചു പോകും. ജ്യേഷ്ഠപുത്രമാത്ര സജായത വിവാഹം അവരുടെ തന്നെയായിരുന്നു നമ്പൂതിരി സമുദായത്തിൻ്റെ പൊതുവെയുള്ള ദുരവസ്ഥയുടെ പ്രധാന ഹേതു. കേരളത്തിലെ കുബേരന്മാരാണെന്ന് ഭാരതമൊട്ടാകെ വിശ്വസിച്ചു പോരുന്ന നമ്പൂതിരി കുടുംബങ്ങളിലെ സ്ത്രീകളെപ്പറ്റി അമ്പലങ്ങളിലെ ദേവിമാരെ പോലും അന്തഃപുരത്തിൽ ആദരിച്ചായിരുന്നു പോരുന്ന ദേവിമാരെന്നാണ് അധികം ആളുകളും വിശ്വസിച്ചു പോരുന്നത്. കഷ്ടപ്പാടുകളുടെയും കഠിനവേദനയുടെയും എത്ര വർണ്ണിച്ചാലും അനുഭവാരസകത്വം എന്ന പ്രധാന ഗുണം അതിന് കുറയാതെ നിവൃത്തിയില്ലെന്നാണ് പാർവതി നെന്മിണിമംഗലം നമ്പൂതിരി ബില്ലിൻ്റെ ആവശ്യത്തെപ്പറ്റി നിയമസഭയിൽ സംസാരിച്ചത്. 1932 മാർച്ച് 19 മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പ്രസംഗം നമ്പൂതിരി സ്ത്രീകൾ അനവധി കാലങ്ങളായി അനുഭവിച്ചു പോരുന്ന അതിഭയങ്കരങ്ങളായ മർദ്ദനങ്ങളുടെയും കഷ്ടപ്പാടുകളെയും നിത്യ നരകത്തിൻ്റെ കഥ പറയുന്നു. അതിവേദനം, കുടുംബത്തിലെ അനന്തരവന്മാരുടെ നിരുദ്ധാപരാധിത്വം, അലസ ജീവിതം, മൂസാന്മാരുടെ മുഷുക്ക്, കുടുംബചിത്രം, വിദ്യാഭ്യഹീനത, സർവോപരി അന്തർജനങ്ങളുടെ നാനാവിധമായ നരകജീവിതം, ഇതെല്ലാം ജ്യേഷ്ഠപുത്രമാത്ര സജാതീയ വിവാഹത്തിൻ്റെ മാത്രം ഫലങ്ങളായിരുന്നു. അനുഭവത്തിൻ്റെ വീറും ചൂടുമായി പാർവതി നെന്മിമംഗലം തുറന്നുകാട്ടിയ നിത്യനൊമ്പരങ്ങൾ ഹൃദയസ്പർശിയാണ്. വല്ലവരുടെയും അടുക്കളയിലേക്കുള്ളതല്ല എന്ന നിലയിൽ പെൺകുട്ടികളെ വളർത്തുന്നത് തന്നെ അതികഠിനമായ രീതിയിലാണ്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കില്ല. കളിപ്പിക്കുന്നതിലും കുളിപ്പിക്കുന്നതിലും ശരീരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിലും എല്ലാം ഒരു പന്തികേട് എവിടെയും കാണും. വിദ്യാഭ്യാസത്തിൻ്റെ കഥ പറയേണ്ട. വെക്കുകയും വിളമ്പുകയും മാത്രമാണ് പെൺകുട്ടികൾക്ക് സിദ്ധിക്കുന്ന വിദ്യാഭ്യാസം. അതിന് മാത്രമാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. 1940 കേരളോപഹാരം വിശേഷാൽ പതിപ്പിൻ്റെ പാർവതി നെന്മണിമംഗലം നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതത്തിനെ പറ്റി തുറന്നു കാണിച്ചിട്ടുണ്ട്. നമ്പൂതിരി ഗ്രഹത്തിൽ ഒരു പെൺകുട്ടി പിറന്നാൽ ആ വിവരം ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സ്വജനങ്ങൾ അറിഞ്ഞാൽ അയ്യോ 5000 ഉറുപ്പിക നശിച്ചു എന്നായിരിക്കും ആശിസുരുളുക. അതിനുശേഷം ആൺകുഞ്ഞിനോടുള്ള പെരുമാറ്റം 5000 ഉറുപ്പിക നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ച ഒരു ധൂമകേതുവിനോടെന്ന പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെപ്പറ്റി ഇനി അധികമൊന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പെറ്റതള്ളയ്ക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും വാത്സല്യത്തിന് വലിയ വ്യത്യാസമുണ്ടാകുവാൻ കഴിയില്ല. എന്നാൽ കൂടി ആ പഴുകിപ്പഴുത്ത പെരുമാറ്റത്തിൻ്റെ പ്രാക്സി കൊണ്ട് പെറ്റ തള്ളയ്ക്ക് കൂടി ഒരു വ്യത്യസ്ത മനസ്ഥിതി പരമ്പരയായി വേരുറയ്ക്കുന്നു. പിന്നീട് ആരുണ്ടാകുന്ന കുഞ്ഞിനെ കൗതുകത്തോടുകൂടി ഒരു നോക്കുക, വാത്സല്യത്തോടുകൂടി വാരിയെടുത്തൊരു ഉമ്മ വയ്ക്കുക. ശിശു സംരക്ഷണ ശ്രമങ്ങൾ പ്രത്യേകം ദൃഷ്ടി വെച്ചാൽ കൂടി പലതരത്തിലുള്ള സുഖക്കേടുകൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിടിപെടാറുള്ളത് സാധാരണമാണ്. ആരുമേതും ദൃഷ്ടി വയ്ക്കാതെ ആർക്കും വേണ്ടാത്ത നമ്പൂതിരി പെൺകുഞ്ഞുങ്ങളുടെ കഥ പറയേണ്ടതില്ലല്ലോ. ഈ കുട്ടിക്ക് എന്തെങ്കിലും ചികിത്സിപ്പിക്കാതെ ഇങ്ങനെ ഇരുന്നത് മഹാകഷ്ടം. ഇങ്ങനെയെങ്കിലും ആരെങ്കിലും അഭിപ്രായപ്പെട്ടാൽ പെൺകുട്ടിയല്ലേ ചാവില്ലല്ലോ എന്ന് കൈകൊട്ടി 2 ചിരിച്ചിരിക്കി. ഇത് നമ്പൂതിരിമാരുടെ ഹൃദയകാഠിന്യമല്ല, പരമ്പരയായി വേരുറച്ച ആ പഴയ പരിക്കൻ പെരുമാറ്റ രീതി മാത്രമാണെന്നും പാർവതി നെന്മിമംഗലം പറയുന്നുണ്ട്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വ്യത്യസ്ത രീതിയിലാണ് വളർത്തു വന്നിരുന്നത്. അവരുടെ ദിനചര്യയെപ്പറ്റി പാർവതി നെന്മിമംഗലം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കാലത്ത് കുടി കഴിപ്പിച്ചത് ഈ 2 കുട്ടികളെയും ഒരു വേലക്കാരിയുടെ കയ്യിൽ ഭാരമേൽപ്പിച്ച് അരനാഴിക അകലത്തിലേക്കുള്ള ഒരു അമ്പലത്തിലേക്ക് അയക്കുന്നു. ആൺകുട്ടിയെ ആ വേലക്കാരി ഒക്കത്തെടുത്ത് നടക്കും. പെൺകുട്ടി നീട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടണം. അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം വരെ പിടിച്ചു വലിക്കും. നീട്ടിക്കരയുന്നത് അധ്യായമില്ലാത്ത ചീത്ത പറയും. ഇവയെല്ലാം സഹിച്ച് അമ്പലത്തിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അകത്തേക്ക് കൊടുത്താൽ ആദ്യം കാണുന്നത് ഈ പെൺകുട്ടിയുടെ പെറ്റ മാതാവാണെങ്കിൽ കൂടി ഉണ്ണിയെ വാരിയെടുത്ത് ലാളിക്കണം. ഈ കുരങ്ങന്റെ വായ ഒരു കാലത്തും കൂടില്ലേ എന്നാണ് പെൺകുഞ്ഞിനെ ഓമനിക്കുന്നത്.
ഉണ്ണി കരഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതും സമാധാനിപ്പിക്കുന്നതിനും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ശ്രദ്ധയുണ്ട്. അതുപോലെ തന്നെ പെൺകുഞ്ഞ് കരഞ്ഞാൽ ചീത്ത പറയുവാനും, അകത്തു കൊണ്ടുവന്നാൽ നെറുനെയ് കൂട്ടിയ ഉരുള, പെൺകുട്ടിക്ക് ഉപ്പ് കൂട്ടിയ ഉരുള പ്രാതലിന് കൊടുക്കും. ശാസനകളും മർദ്ദനങ്ങളും സഹിച്ചിട്ടാണെങ്കിൽ കൂടി സഹോദരന്മാരുമായി സൗഹാർദ്ദത്തോടുകൂടി സഹകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഋതുവാകുന്നതുവരെയാണ് നമ്പൂതിരി പെൺകുട്ടികൾക്കുള്ളത്. അതിനുശേഷം അവൾക്ക് അടുക്കള വിട്ട് പുറത്തിറങ്ങിക്കൂടാ. അടുക്കളപ്പണി മാത്രം കൊണ്ട് അവരുടെ നേരം പാക്കണം. നമ്പൂതിരി കുടുംബത്തിൽ നമ്പൂതിരിയായി പിറന്നതിന് അവൾ അനുഭവിക്കുന്ന തടവ് ശിക്ഷ, ഈ കാരാഗ്രഹത്തിൽ നിന്നും ഒരു മോചനം അവൾ സ്വപ്നം കാണുന്നുണ്ട്. അതെ, വിവാഹം. അതധികവും അതിലേറെ ഭയങ്കരമായ നരകമായിട്ടാണ് പരിമണിമിക്കാറുള്ളത്. ഭർതൃഗ്രഹത്തിൽ സപത്നികളിൽ നിന്നുമുള്ള മുള്ളുവാക്ക്, ശകാരം, മത്സരം ഇവയ്ക്കെല്ലാറ്റിനും പുറമെ വിവാഹക്രിയ ചടങ്ങുകൾ കൊണ്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള പുരുഷനിൽ നിന്നുള്ള ഈ ഭയങ്കരങ്ങളായ മർദ്ദനങ്ങളും. അങ്ങനെ ജനനം മുതൽ വിവാഹം വരെ സ്വഗൃഹത്തിലും വിവാഹം മുതൽ മരണം വരെ ഭർതൃഗ്രഹത്തിലും മർദ്ദനത്തിലും മുങ്ങിമറിഞ്ഞ് കഷ്ടപ്പെട്ട് കണ്ണീരും കയ്യുമായി പകലിരിവ് പാടുന്ന ഒരു വർഗമാണ് ഇന്നും നമ്പൂതിരി സ്ത്രീകൾ. അന്നത്തെ നമ്പൂതിരി സ്ത്രീകളുടെ ദുരിതപൂർണമായ ജീവിതം സ്വന്തം അനുഭവ കഥകളുമായി സാക്ഷ്യപ്പെടുത്തി വളരെ സമചിത്തതയോടെ ദേവകി നിലയങ്ങോട് അടുത്ത കാലത്ത് നമ്പൂതിരി സ്ത്രീകളുടെ മറയ്ക്കുടയ്ക്കുള്ളിലെ ജീവിത ഹൃദയദർശിയായി അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. നമ്പൂതിരി സ്ത്രീകളുടെ അന്നത്തെ നരകതുല്യവും ദുരിതപൂർണവുമായ ജീവിതത്തിന് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നുകൊണ്ട് ഈ സഹോദരിമാർ തന്നെ രചിച്ച സാക്ഷ്യപ്രത്യത്തിനപ്പുറം നമുക്കൊന്നും ആവശ്യമില്ല. ഇന്നത്തെ തലമുറയിൽ ഒഴികെ പഴയ കാലങ്ങളിൽ വരിക്കാശ്ശേരി മനയിൽ ആൺപ്രജകൾ കുറവായിരുന്നു. ആൺപ്രജകളാരും 2 വിവാഹം കഴിച്ചതായി കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ സപത്നി ദുഃഖത്തിന്റെ കഥകൾ അവിടെ കേൾക്കാറില്ല. എന്നിരുന്നാലും പുറം ലോകത്തിന് നേരെ കൊട്ടിയടിച്ച വാതിലായിരുന്നു വരിക്കാശ്ശേരി മനയുടേതെന്ന് നാം കണ്ടു. വാതിൽ കൊട്ടിയടിച്ച ഗൃഹത്തിന്റെ അകത്തളത്തിൽ അഥവാ പിന്നാമ്പുറങ്ങളിൽ കഴിഞ്ഞുകൂടിയ അന്തർജനങ്ങൾ പുറം ലോകത്തിന് എത്രയോ കാതം അകലെയായിരുന്നു. ആചാര അനുഷ്ഠാനങ്ങൾ അന്തർജനങ്ങളോടും കൂടി ചുരുക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം.